ലൈവില് കുറച്ചു നേരം മുമ്പ് നോറ, ജാസ്മിൻ, റസ്മിൻ ഇവര് 3 പേരും തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഫൈറ്റ് ഉണ്ടായി. പ്രശ്നം എന്താണ് എന്ന് സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നോറ റസ്മിന് പ്രൊട്ടക്ടർ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു. റസ്മിൻ ജാസ്മിന് പ്രൊട്ടക്ടർ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു. 2 വഞ്ചികളിൽ കാലിട്ട് നടക്കുന്ന റസ്മിന് സ്വന്തമായിട്ടൊരു നിലപാടില്ല എന്നത് ഇതിനോടകം തന്നെ നമുക്ക് വ്യക്തമാണ്. പക്ഷെ ജാസ്മിന്റെയും നോറയുടെയും മുന്നിൽ സ്വാഭാവികമായും റസ്മിൻ ഒരു ഗോൾഡ് ഡിഗറായി മാറി. ഇവിടെ ഗോൾഡ് ഡിഗർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ രഹസ്യങ്ങൾ ഇവിടെയും ഇവിടുത്തെ രഹസ്യങ്ങൾ അവിടെയും പോയി പറയുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ്, അല്ലാതെ പണം തട്ടിയെടുക്കുന്ന ഗോൾഡ് ഡിഗറിനെ അല്ല ഉദ്ദേശിച്ചത്. അപ്പോ റസ്മിന്റെ ഈ ഒരു 2 വഞ്ചികളിൽ ചവിട്ടുന്ന പ്രവണത കാരണമാണ് ഈ ഒരു വഴക്കുണ്ടായത്, ചുരുക്കി പറഞ്ഞാല്. അല്ലാതെ വേറെ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. പിന്നെ ഇവര് തമ്മിൽ ഓൾറെഡി ഒരു ഗ്രഡ്ജ് ഉണ്ടായിരുന്നു, നമ്മുടെ നോറയും ജാസ്മിനും തമ്മിൽ. റസ്മിന് ജാസ്മിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു കൊട്ട് അനിവാര്യം തന്നെയായിരുന്നു. കർമ്മ ഇസ് ബൂമറാങ് എന്ന് പറയും. ജിൻഡോയോട് കളിച്ച ചീപ്പ് കളികൾക്കുള്ള പ്രതിഫലമാണ് സ്വന്തം സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് റസ്മിന് കിട്ടിയത്. നോറയുടെ വായിലിരിക്കുന്നതും റസ്മിൻ കേട്ടിരുന്നു, ഒരു കാര്യവുമില്ലാതെ. പക്ഷെ നോറയുടെ കാര്യം, നോറ ജാസ്മിന്റെ അത്രയും ഒരു തൊലിക്കട്ടിയുള്ള ഒരു ആളൊന്നുമല്ല. ഒത്തിരി ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ബഹളം വെക്കും കരയും റിപ്പീറ്റ്. അതാണ് നോറ. തമ്മിൽ ഭേദം ജാസ്മിൻ തന്നെയാണ്. ജാസ്മിൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കും ഒരു ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞാലും. എന്നിട്ട് കുറെ നേരമായിട്ട് നോറ ഇരുന്നും കിടന്നും ഒക്കെ കരയുമായിരുന്നു. മാനസികമായി ഒത്തിരി വീക്കായിരുന്നു നോറ. എനിക്ക് ക്വിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരേ മോങ്ങലായിരുന്നു. എന്നിട്ട് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് മോട്ടിവേറ്റ് ചെയ്ത് എപ്പോഴും ചെയ്യാറുള്ള പോലെ. എന്നിട്ടും നോറയുടെ ന്യായീകരണവും കരച്ചിലും ഒന്നും അവസാനിക്കുന്നില്ല. അവിടെയുള്ള എല്ലാരെയും കൂട്ടിച്ചേർത്ത് ഒരു വലിയ കഥ തന്നെ അങ്ങ് പറഞ്ഞു. പേഴ്സണലി നല്ലപോലെ വെറുപ്പിച്ച് കളഞ്ഞു. കാരണം നമ്മളിത് പുറത്തുനിന്ന് കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരു കണക്ഷനും നോറയുമായിട്ട് തോന്നിയിട്ടില്ല. അത് നോറയുടെ കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. കരച്ചിൽ ഇങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്യുന്നവരെ പണ്ടേ ബിഗ് ബോസിൽ എനിക്ക് അത്ര പിടിക്കാറില്ല. പക്ഷെ നോറയുടെ കാര്യത്തില് നോറയോട് എന്തൊക്കെ പറഞ്ഞിട്ടും ബിഗ് ബോസിന്റെ പുള്ളിക്കാരെ ആശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ നെഗറ്റീവ് ആണോ, അയ്യോ ഞാൻ വീക്കാണേ, അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞ് അവിടെ തന്നെ ഇരിക്കുവായിരുന്നു കുറെ നേരമായിട്ട്. എന്റെ ബിഗ് ബോസ് എന്തൊക്കെയോ പറഞ്ഞ് നോറനെ ആശ്വസിപ്പിച്ച് വിട്ടു. നാളെ ഒരു പുതിയ ദിവസമാണ്, പോയി കിടന്ന് ഉറങ്ങ്, വിശ്രമിക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു വിട്ടു. ഈ വഴക്ക് എനിക്കത്ര വലിയ കാര്യഗൗരവമായിട്ടുള്ള ഒരു വഴക്കായിട്ടൊന്നും തോന്നിയില്ല. നോറയ്ക്ക് പിന്നെ വീക്കാവാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ മതി. പിന്നെ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഈ 3 പേരും വന്നത്. ജിൻഡോയുടെ വെളിപ്പെടുത്തൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ബിഗ് ബോസിന്റെ നിയമങ്ങൾക്ക് വിപരീതമായിട്ട് ഇവര് പ്ലാൻ ചെയ്താണ് വന്നത്. അതും ഇതിന്റെ അകത്ത് ഒരു മെയിൻ പോയിന്റ് തന്നെയാണ്.